നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ്. 12 യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത്. ഇതിപ്പോ പണ്ട് ജയസൂര്യ ഒരു സിനിമയെ പറഞ്ഞ പോലെ പടക്കം ഉണ്ടാക്കിയവർക്കും പ്രശ്നമല്ല, അത് പൊട്ടിച്ചവർക്കും പ്രശ്നമല്ല, അതിന്റെ സൗണ്ട് കേട്ടവർക്കെതിരെയാണ് ഇപ്പോൾ പ്രശ്നം വന്നിട്ടുള്ളത്. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് പറഞ്ഞു എന്നും പറഞ്ഞിട്ടിപ്പോൾ 12 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണുള്ളത്. ഇവിടെ എന്തെങ്കിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പേര് പറയില്ല, അവരെ TV-യിൽ മുഖം കാണിക്കില്ല, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറില്ല. പക്ഷേ നേരെ മറിച്ച് ഇതൊരാണിനെതിരാണെന്നുണ്ടെങ്കിൽ തെളിവുകളുടെ യാതൊരു ആവശ്യമൊന്നുമില്ല. അയാളുടെ ഫോട്ടോ കാണിക്കും, അയാളുടെ കുടുംബത്തിനെ കാണിക്കും, അയാളുടെ മൊത്തം ഡീറ്റെയിൽസും മീഡിയാസിലൂടെ പബ്ലിക്കായിട്ട് പുറത്തു വിടും. അല്ല, ഈ ആണുങ്ങളൊക്കെ ഇപ്പം എന്താ ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടുള്ളവരാണോ? ഈ ആണുങ്ങൾക്ക് നാണോ മാനോ അഭിമാനം ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് കുടുംബം ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല. ഈ കുടുംബത്തിൽ നിന്നും ഈ നാട്ടുകാർക്കും ഇതുപോലുള്ള ഒരു ആരോപണം വരുമ്പോൾ ഇവർക്ക് നേരെ വരുന്ന ഈ ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയും? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിവിൻ പോളിയുടെ കേസ് എന്നൊക്കെ പറയുന്നത് അതൊരു ഫേക്ക് കേസാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ട്. കാരണം ഇവർ ഈ ആരോപിച്ച സ്ത്രീ തന്നെ പറയുന്ന ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ലോജിക്കലി ഒട്ടും മാച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇതിലിപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നിവിൻ പോളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എല്ലാ മീഡിയാസിലും എല്ലാവരും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ ഇപ്പോൾ ഇത് ഏകദേശം ഒരു വ്യാജ കേസാണെന്നുള്ളതൊക്കെ ഇനി തെളിഞ്ഞാൽ പോലും, ഒരു വ്യാജ കേസാണെന്ന് തെളിഞ്ഞാൽ പോലും ഇവരുടെ പേരൊന്നും ഒരു മീഡിയാസിലും കാണിക്കാൻ പോകുന്നില്ല. അത് ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതുപോലെ എത്രയോ ഫേക്ക് ആരോപണങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പേരിൽ വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഒരു പയ്യൻ്റെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 19 വയസ്സുള്ള ഒരു പയ്യന് 3 മാസമാണ് ആ പയ്യൻ ജയിലിൽ കിടന്നിട്ടുണ്ടായത്. ഇതുപോലൊരു 18 തികയാത്തൊരു കുട്ടി കേസ് കൊടുത്തതായിരുന്നു. അത് അവർ ഗർഭിണി ആയിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ചെക്കൻ്റെ പേരാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം DNA ടെസ്റ്റ് വന്നപ്പോൾ ഈ ചെക്കനായിരുന്നില്ല അതിനുള്ള ഉത്തരവാദി. പക്ഷേ അത്രയും കാലം ഇവൻ ജയിലിൽ കിടന്നു. ഇവൻ ജയിലിലാകുന്ന സമയത്ത് കുറേ ന്യൂസ് വന്നു. പക്ഷെ പുറത്തിറങ്ങിയ സമയത്തിന് അതിന് ആരും ന്യൂസ് വാല്യൂം കാര്യം കിട്ടിയില്ല. അത്രയും കാലം ആ ജയിലിൽ കിടന്നത്രയും കാലം ഇവൻ്റെ നാട്ടുകാർ, കുടുംബക്കാർ, അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാർ നാട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടിയ നോട്ടങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ അതിനൊക്കെ ആര് മറുപടി പറയും? ആണുങ്ങൾക്കെതിരെ എന്തും പറയാം, നിയമത്തിൻ്റെ പരിരക്ഷ ഉള്ളതുകൊണ്ട് അവർ സേഫാണെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ പല സ്ത്രീകൾക്കുണ്ട്. അത്രയും ഒരുപാട് ഫേക്ക് ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമേൻ്റെ കേസാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരാൾക്കെതിരെ എന്തെങ്കിലും ശത്രുത ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ അവരോട് വേറെ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർ ആരോപിക്കുന്നത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ പേരിൽ ആരോപിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അത്രയും നിയമത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി കുറ്റക്കാരായിപ്പോൾ ഒരു തെളിവിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, വെറും സ്ട്രൈറ്റ് ആയിട്ടൊരു ആരോപണം തന്നെ നമ്മൾ കുറ്റക്കാരായി പോകും. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു നിയമമൊക്കെ വരേണ്ട സമയമായിട്ടുണ്ട്. പണ്ടത്തെ കാലത്തായിരുന്നെങ്കിലൊക്കെ ഓക്കെ, ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വളരെ മുന്നോട്ട് വരുന്നൊരു കാലമാണ്. സോ ആ ടൈമിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരുപാട് വന്ന് ആണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സോ ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ